മഹാരാഷ്ട്രയിലെ ആ വൻ വിജയത്തിന് ശേഷം സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. ആകെയുള്ള 288-ൽ 235 സീറ്റ് മഹായുതി സഖ്യം നേടിയിരുന്നു. 133 സീറ്റ് നേടിയ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തകർന്നടിഞ്ഞ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. വിവരങ്ങൾ നൽകുന്നതിനായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്രയിലെ മിന്നും വിജയം, അതിനുശേഷം ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. രോഹിണി, വിനോദ്, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ വിജയമാണ് BJP ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നേടിയിരിക്കുന്നത്. BJP ഒറ്റയ്ക്ക് 132 സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. BJP മത്സരിച്ചത് 149 സീറ്റുകളിലായിരുന്നു. അതിൽ 132 തിളക്കമാർന്ന വിജയം നേടി എന്നതാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ BJPയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണിത്. 2014 BJP 122 സീറ്റും 2019 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 105 സീറ്റുമായിരുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് BJP ആണ്. ഇന്നലെയും അതിൽ മാറ്റമുണ്ടായിരുന്നില്ല. മാത്രമല്ല, മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ BJPയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് വിശേഷിപ്പിക്കാം. മാത്രമല്ല, BJPയുടെ സഖ്യകക്ഷികളായ ശിവസേനയും NCPയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശിവസേന 57 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതിനാൽ മഹായുതി സർക്കാരിന് ഏതാണ്ട് 80% സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നേടിക്കൊണ്ടുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് മഹായുതി നേടിയിരിക്കുന്നത്. അതിനാൽ വരുന്ന 5 വർഷം മികച്ച രീതിയിൽ തന്നെ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നവും വളരെ വിശാലവും അതോടൊപ്പം തന്നെ ജനസംഖ്യയിൽ രണ്ടാമതുമൊക്കെയുള്ള സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഭാഗത്ത് മഹായുതി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർട്ടികളുടെ വൻ വിജയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ, മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ അതിദയനീയമായ പരാജയം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചിരിക്കുന്നത്. കേവലം 16 സീറ്റിലാണ് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നത്. 102 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. നമുക്കറിയാം, കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നത്. രമേശ് അവിടെ മാസങ്ങളോളം ക്യാമ്പ് ചെയ്യുകയും ഒപ്പം ഡൽഹി കേന്ദ്രീകരിച്ചാണ് സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടത്തിയത്. എന്തൊക്കെയാണെങ്കിലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തോറ്റിരിക്കുകയാണ്. ഗുജറാത്തിൽ മുൻപ് രമേശ് ചെന്നിത്തല ചുമതല വഹിച്ചിരുന്ന കാലത്ത് ഗുജറാത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷമാണ് പിന്നീട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതേ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ മഹാരാഷ്ട്രയുടെ സംഘടനാ ചുമതല കൂടി നൽകിയത്. എന്തായാലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഗുജറാത്ത് ആവർത്തിച്ചിരിക്കുന്നു. 102 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം 16 സീറ്റിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് കോൺഗ്രസിനൊപ്പം നിന്ന ശിവസേനയും അതോടൊപ്പം തന്നെ ശരത് പവാർ NCPയും വളരെ ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 20 സീറ്റിൽ വിജയിച്ചപ്പോൾ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP കേവലം 10 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങി എന്നുള്ളതാണ്. NCP രൂപീകരിച്ച ശേഷം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമായ നേതാവായിരുന്നു ശരത് പവാർ. ആ ശരത് പവാറിന്റെ പാർട്ടിയാണ് കേവലം 10 സീറ്റിലേക്ക് ഒതുങ്ങുന്നത്. അതിനാൽ മഹാവികാസ് അഘാഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് സമാനതകളില്ലാത്ത തകർച്ചയാണ് മഹാരാഷ്ട്രയിൽ നേരിട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി ഫലം വന്നു. ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ വളരെ ഊർജിതമായി നടക്കുകയാണ്. BJP ആണ് മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് എന്ന പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. മറ്റ് പേരുകളൊന്നും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. അതിനാൽ ഉടൻ തന്നെ BJPയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ദേവേന്ദ്ര ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുക്കും. അതേപോലെ തന്നെ ഗൗതം, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ദേവേന്ദ്ര ഫട്നാവിസിനെ പറ്റി പറയുമ്പോൾ, അദ്ദേഹം യാതൊരുവിധ തലക്കനവുമില്ലാത്ത പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. കഴിഞ്ഞ തവണ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കാൻ അദ്ദേഹം മനസ്സ് കാട്ടി. ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം കൈമാറിക്കൊണ്ട് അവിടെ ഉപമുഖ്യമന്ത്രി ആയിരിക്കാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചില്ല. ഇപ്പോൾ ജനങ്ങളുടെ വിധി അനുസരിച്ച് BJP ആണ് ഏറ്റവും വലിയ കക്ഷി. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ഒരുപക്ഷെ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആകുമെന്നുള്ള പേരുകളിൽ വരെ ഉയർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ വിജയം കൂടിയല്ലേ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ഗൗതം? വിനോദ്, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BJP ഏറ്റവും കൂടുതൽ കയ്യടി നൽകുന്നത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ 54-കാരനായ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റിന് അർഹൻ
അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സത്യത്തിൽ മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടിരുന്നു. കേവലം 9 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. BJPക്ക് ഒപ്പം നിന്ന ശിവസേനയും അജിത് പവാറിന്റെ NCPയും ആകട്ടെ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ 4 മാസങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്ര വലിയൊരു വിജയം BJPക്കും NDAയ്ക്കും കൈവന്നിരിക്കുന്നത് തീർച്ചയായും ദേവേന്ദ്ര ഫട്നാവിസ് എന്ന നേതാവ് നടത്തിയിട്ടുള്ള കഠിന പ്രയത്നം, മഹാരാഷ്ട്ര എന്ന വളരെ വിശാലമായ സംസ്ഥാനത്തിൻ്റെ ഓരോ മേഖലയിലും അദ്ദേഹം സന്ദർശിച്ചുകൊണ്ട് സംഘടനാ സംവിധാനത്തെ കൂടുതൽ ചിട്ടയുള്ളതാക്കി. അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മുൻകാല ട്രാക്ക് റെക്കോർഡും അതിൻ്റെ ഈ വിജയത്തിന് ഒരു കാരണമാണ്. അദ്ദേഹത്തിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കും ഒപ്പം മഹാരാഷ്ട്രയിലെ BJP പ്രവർത്തകർക്കും വലിയൊരു വിശ്വാസമുണ്ട്. 2014 മുതൽ 19 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. ആ കാലയളവിൽ ആ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. മാത്രമല്ല, ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹം RSSലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ വസതി നമുക്കറിയാം നാഗ്പൂർ സ്വദേശിയാണ്. RSSന്റെ ആസ്ഥാനം നിലകൊള്ളുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. അതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു സ്വയം സേവകമായിരുന്നു. അദ്ദേഹം ബാലശാഖയിലും അതിനുശേഷം പിന്നീട് ശാഖാ ചുമതലകളൊക്കെ തുടർച്ചയായി വഹിക്കുകയും ഇപ്പോഴും നമുക്ക് കാണാം എല്ലാ വിജയദശമി നാളിലും RSSന്റെ സർസംഘചാലക് RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകുമ്പോൾ, വിജയദശമി ഭൗതിക നടത്തുമ്പോൾ അത് കേൾക്കാനെത്തുന്ന BJP നേതാക്കളിൽ ഒരാളാണ് ഈ നാഗ്പൂർ സ്വദേശി കൂടിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ്. അതിനാൽ അദ്ദേഹത്തിന്റെ ഇന്ന് നാം കാണുന്ന എല്ലാ ക്രെഡിറ്റ്സിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ RSS ബന്ധം തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു സ്വയം സേവകമായി രംഗത്തെത്തി. അതിനുശേഷം പിന്നീട് 22ാമത്തെ വയസ്സിൽ നാഗ്പൂരിന്റെ മുനിസിപ്പാലിറ്റി വാർഡിലേക്ക് ജയിക്കുകയും പിന്നീട് 24ാമത്തെ വയസ്സിൽ കോർപ്പറേഷന്റെ മേയർ ആവുകയും ഒക്കെ 27ാം വയസ്സിൽ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം BJPയുടെ വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് വരുന്നത്. 2009 മുതൽ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു വരുന്നു. പിന്നീട് 44ാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയായി. അങ്ങനെ വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. അതെ, ശരി. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.